വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഫൈനൽ സ്കാനാണ്. അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ പോവാണ്. ഇന്നാണ്. അപ്പോൾ ആ ദിവസം എത്തി. ഇങ്ങനെ പോയി അപ്പോൾ ഇന്ന് സ്കാനിങ് കഴിയുമ്പം കുറേ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പോവാം. ഓർത്തോടെ ചീട്ടെടുത്തിട്ടൊന്ന് കാണിച്ചല്ലോ കീ ഹോൾ. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നു. ഫൈനൽ സ്കാനിങ് കഴിഞ്ഞു. ഹോസ്പിറ്റൽ ബാഗൊക്കെ പ്രിപ്പയർ ചെയ്തോളാം. ഡോക്ടർ പറഞ്ഞു എപ്പോൾ വേണേലും എന്തും സംഭവിക്കാം, പ്രിപ്പയർഡായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറക്കമൊന്നുമില്ല. ഈ ഭയങ്കര പെയിനൊക്കെ തുടങ്ങി, ഭയങ്കര ഡിസ്കംഫർട്ടൊക്കെ. ഇത്രയും നാൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ഒരാഴ്ചയൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടൊക്കെ ആയി തുടങ്ങി. രാത്രിയിൽ പെയിനും തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ കുറേ ഡിസ്കംഫർട്ടൊക്കെയാണ്. അപ്പോൾ ഉറക്കമൊന്നും ശരിയാവുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ടയേർഡായിട്ട് ഇരിക്കുക. പിന്നെ എനിക്ക് ഹോസ്പിറ്റൽ ബാഗൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, പ്രിപ്പയർ ചെയ്യണം. എന്താവും എന്തോ. പിന്നെ ഇത്രയും നാളത്തെ പോലെയല്ല. എന്തും ചെറിയ ഈ ഡേറ്റ് എടുക്കുമ്പോൾ ഒരു ടെൻഷനൊക്കെ ആയി തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇത്രയും കാലം ആലോചിക്കാതെ പല കാര്യങ്ങൾ ആലോചിക്കാനൊക്കെ തുടങ്ങി. പേടിയായി തുടങ്ങി, ചെറിയ പേടി. പിന്നെ സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഇല്ല. ഇതുവരെയെല്ലാം ഓക്കെയാണ്. ഇനിയിപ്പം ദൈവം വിചാരിക്കുന്നതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. സാധനങ്ങൾ വാങ്ങി പ്രിപ്പയർ ചെയ്തിരിക്കുക. ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റൽ ചെക്കപ്പിന് പോവുകയാണ്. ഇനിയിപ്പോൾ വീക്ക്ലി ചെക്കപ്പ്സ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്, എനിക്ക്. ബാക്കി ഫൈനൽ സ്കാനിങ് അന്ന് കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പം ഡെലിവറി പെയിൻ വരുമ്പം ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനി ടൈം എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ അതുവരെ ഇങ്ങനെ വീക്ക്ലി ചെക്കപ്പ്സ് ഉണ്ടാവും. ഇന്നിപ്പം ഡോക്ടറെ കാണാൻ ഞങ്ങൾ ആണ്. ടക്കട കോഫി ശുക്കുവാവോ കുകിലൽബി വാവാവോ. പാവം തളർന്നുറങ്ങി ഗൈസ്. വയ്യാണ്ടായി ഗൈസ്. കൊച്ചിന് വയ്യതേ. കൊച്ചിന് ഇത്രയും ഗുളികയൊക്കെ കിട്ടി. ENT ഡോക്ടറെ കണ്ട്, തൊണ്ടവേദനയ്ക്ക് ENT ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി കൊച്ചുറങ്ങിപ്പോയി. പാവം. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി. എൻ്റെ ചെക്കപ്പ് ജസ്റ്റ് ഹാർട്ട് ബീറ്റ് മാത്രമേ നോക്കിയുള്ളൂ.
പിന്നെ ഹെഡ് എല്ലാവരും ഇറങ്ങി നോക്കി. എനി ടൈം അന്ന് പറഞ്ഞിട്ട് പോലെ തന്നെ എനി ടൈം എക്സ്പെക്ട് ചെയ്യാം. ആൽബിച്ചിനോട് ദൂരയാത്രകളൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ മനുഷ്യൻ ഇന്ന് കോയമ്പത്തൂർ പോകണം, വേറെ എമർജൻസി ആയതുകൊണ്ട്. എനിക്ക് എന്തെല്ലാം എമർജൻസി വന്നാൽ പുള്ളി ഓടി വരും എന്ന പ്രതീക്ഷയോടെ ഞാൻ പറഞ്ഞു വിടുകയാണ്. പിന്നെ ഇനി ഇല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക്ലി ചെക്കപ്പാണ് ഇനിയിപ്പം. അപ്പം 1 വീക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് 5th ഒരു ചെക്കപ്പ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എപ്പോഴും എന്ത് വേണേലും സംഭവിക്കാം എന്നുള്ളതാണ്. എന്തായാലും വെയിറ്റിംഗ് ആണ്. ഇപ്പം ഇത്രയും നാളത്തെ പോലെ അല്ല. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ നോക്കി നടക്കാനൊരു രസമായിരുന്നു. ഇപ്പം ആ രസമൊന്നുമില്ല. ഇപ്പം പെയിനും ഡിസ്കംഫർട്ടും പിന്നെ ഈ ലാസ്റ്റ് ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ, ഇപ്പം എപ്പോൾ വരുമെന്ന് അറിയത്തില്ല എന്നൂടെ പറഞ്ഞ കാരണം എത്രയും പെട്ടെന്ന് ഒന്ന് കണ്ടാൽ മതി, ഒന്ന് വന്നാൽ മതി, അങ്ങനെയുള്ളൊരു മൈൻഡൊക്കെ ഇപ്പം. ഒന്ന് കാണണം, പെട്ടെന്ന് വായോ അടിച്ചനായാലും അമ്മച്ചയൊക്കെ ആയാലും ഒന്ന് പെട്ടെന്ന് വാ എന്നല്ല വേറെ തൊട്ടിട്ട് പറയണേ. എനിക്കിപ്പോൾ അങ്ങനെ ഒരു മൈൻഡൊക്കെയാണ്, പെട്ടെന്ന് വന്നാൽ അത്രയും നല്ലത് എന്നുള്ളൊരു വെയിറ്റിങ്ങാണ്. നമ്മളിങ്ങനെ കാതി ചവിട്ടി വെയിറ്റ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് വേണം ഈ ചവിട്ടൊക്കെ തിരിച്ചു കൊടുക്കാൻ. എനിക്ക് ഐ എം വെയിറ്റിംഗ്. ജെംസ് വരുന്നത് എൻ്റെ പച്ച ജെംസ് അമ്മേ. ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞങ്ങൾ വീക്കിലി ചെക്കപ്പിന് പോവാണ്. ഇതുവരെ പേരൊന്നും വരാത്ത കാരണം ഡ്യൂ ഡേറ്റ് ആയിട്ടില്ല, എന്നാലും അടുത്ത ചെക്കപ്പിന് പോവാണ്. ആൽബിച്ചിനില്ല, ഞാനും മമ്മിയും കൂടെയാണ് പോകുന്നത്. ക്യാബ് വിളിച്ചാണ് പോകുന്നത്. ഭയങ്കര ചൂട് കാരണം തണ്ണിപ്പത്ത് വന്നിട്ട് പോവാം. അപ്പം ഇന്ന് പോയി നോക്കട്ടെ എങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ അറിയാമല്ലോ. നമ്മൾ പോവാം. ആൽബിച്ചിനില്ലാതെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹോസ്പിറ്റലിൽ പോകണം. ആൽബിച്ചിനില്ലാതെ ആദ്യമായിട്ടാണ് പോകണം. കാര്യം കുറ്റമൊക്കെ പറയെങ്കിലും ഇല്ലാത്തൊന്നൊരു വിഷമമുണ്ട്. എമർജൻസി ആയിട്ട് സ്ഥലം വരെ പോകാം. അപ്പോൾ ഞാനും അമ്മയും കൂടെ നിന്ന് പോകാം. പക്ഷേ ചൂട് തയ്ക്കാൻ വയ്യട്ടെ. ഊബറൊക്കെ ബുക്ക് ചെയ്തു. പക്ഷേ ഏകദേശം എന്തോ ഒരു കുറവ്. എത്ര ചൂടാണേലും എനിക്കിതില്ലാതെ പോകാൻ പറ്റത്തില്ല. ഈ ഒരു കാണുന്നുണ്ടല്ലോ ഗൈസ്, അതില്ലാതെ എനിക്ക് ജീവിതം അമ്മേ കണ്ട ലിപ്സ്റ്റിക് എല്ലാവരും ഉറക്കക്ഷീണമാണ് നോക്ക്. ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകാൻ, എന്നാൽ ലിപ്സ്റ്റിക് പോയിട്ട് പോകുന്ന വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. എപ്പോഴാണ് എനിക്കൊരു വെതർ ഒരു ഫീല്, ഇവിടെ വയർക്ക് ഒഴുകുക ചൂടാ. എന്നാലും ഇട്ടിട്ട് പോയില്ലേ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും കളിച്ചില്ലല്ലോ. ഗായ്സ്, ഞങ്ങൾ പോകട്ടെ. കയറിക്കോ. എൻ്റെ സൗണ്ട് കേട്ടാൽ ചിലപ്പോൾ അമ്മമാർ ഓടി വരും. ഞാൻ പറഞ്ഞില്ലേ വരുമെന്ന്. പോയിട്ട് വരാട്ടോ. ടാറ്റാ, പെട്ടെന്ന് വരാം. ആൽച്ചിട്ട് ദൂരെയും പോയില്ലേന്ന് ചോദിച്ചു. കേട്ടോ, ബൈ. പോവുകയാണ്. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ പെയിൻ വന്നില്ലെങ്കിൽ എനിക്ക് 13-ാം തീയതി അഡ്മിറ്റാണ്. 13th അഡ്മിഷൻ ഡേറ്റ്. അപ്പം പെയിൻ വന്നില്ലെങ്കിൽ 13-ാം തീയതി അഡ്മിറ്റാണ്. ചുക്ക് ഏറ്റുവാടാ.
ഹായ് ഗൈസ്, അങ്ങനെ വീടെത്തി. ഇനിയിപ്പം 13-ാം തീയതി അഡ്മിഷന് പോയാൽ മതി. അല്ല, അതിന് മുന്നേ പെയിൻ വരുവാണെങ്കിൽ പോകണം. അതല്ലെങ്കിൽ 13-ന് അഡ്മിറ്റാണ്. ഇനിയിപ്പോൾ ചെക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനിത് വീക്ക്ലി ചെക്കപ്പ് ആയതുകൊണ്ടാണ് എല്ലാം കൂടെ ഒറ്റ വ്ളോഗിലിട്ടത്. കാരണം പോവുക വരിക വലിയ സമയമൊന്നുമില്ല, പോവുക പെട്ടെന്ന് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് PV ഒക്കെ ചെയ്തു. ഭയങ്കര പേടിച്ച് പണ്ടാറടങ്ങി ഞാൻ പോയത്. പക്ഷേ ഒരു കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഡോക്ടർ അടിപൊളി ആയതുമായിരുന്നു. കുറച്ച് ധൈര്യമൊക്കെ തന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. PV ഒക്കെ ചെയ്തു. അപ്പം പെയിൻ വരാതിരിക്കാം. വന്നാലും വന്നില്ലെങ്കിലും 13-ാം തീയതി അഡ്മിറ്റ് ആവും. അപ്പോൾ ഇനിയിപ്പം നെക്സ്റ്റ് വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഡെലിവറിക്ക് പെയിൻ വന്നിട്ട് പോടണമെങ്കിൽ വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല. അറിയില്ല എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങനെ ബർത്ത് വ്ളോഗോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള വ്ളോഗൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഹോസ്പിറ്റൽ പോക്കിനി എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് എനിക്കിനി ഇല്ല. അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ്. ഇതെന്നെ എൻ്റെ ലാസ്റ്റത്തെ ചെക്കപ്പ് വ്ളോഗായിരിക്കും ഗൈസ്. നെക്സ്റ്റ് വ്ളോഗ് കാണാം. നെക്സ്റ്റ് വ്ളോഗ് എന്താണെന്ന് ഐ കാൺ പ്രഡിക്റ്റ്. മേ ബി എൻ്റെ ബേബി ആയിട്ടായിരിക്കാം. ചിലപ്പോൾ ഞാൻ കൂളായിട്ട് ചില്ലായിട്ട് അഡ്മിഷന് പോകണമായിരിക്കാം. എനിവേ, സീ യു ബൈ.